ഒരു 10 നില കെട്ടിടത്തിന് സമാനമായ ഉയരമുള്ള ഒരു ഒറ്റക്കല്ലിൽ തീർത്തൊരു ക്ഷേത്രം. ലോകത്ത് അന്ന് വരെ ആരും തന്നെ ഉപയോഗിച്ചു നോക്കിയിട്ടില്ലാത്തൊരു പുതിയ നിർമ്മാണ ശൈലി. ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് 18 വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്തൊരു ശില്പകലാ വിസ്മയം. 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ പ്രൗഢി ലോകത്തോട് വിളിച്ചോതുന്ന കൈലാസനാഥ ടെമ്പിളിലേക്ക് സ്വാഗതം. എല്ലോറയിലെ 34 ഗുഹകളിൽ 16ാമത്തെ ഗുഹാക്ഷേത്രമാണ് കൈലാസനാഥ ടെമ്പിൾ. AD 8ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവ് കൃഷ്ണൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഏകദേശം 10,000-ൽ പരം തൊഴിലാളികൾ 18 വർഷമെടുത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. കൈലാസനാഥ ടെമ്പിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ നിർമ്മാണ ശൈലി തന്നെയാണ്. സത്യത്തിൽ അതൊരു കെട്ടിടമല്ല, വലിയൊരു പാറയിൽ കൊത്തിയെടുത്ത ശില്പമാണത്. അവിടെ കാണാൻ സാധിക്കുന്ന ഓരോ നിർമ്മിതിയും ആ ക്ഷേത്രം നിർമ്മിച്ച പാറയുടെ ഭാഗം തന്നെയാണ്. പുറത്തു നിന്ന് നിർമ്മിച്ചു കൊണ്ടുവച്ച ഒരു കല്ലോ ഒരു ശില്പമോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതിയായി ഈ ക്ഷേത്രം നിർമ്മിച്ചത് അതിഭീമാകാരനായ ഒരു പാറയെ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുറന്നിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 നിലയിലുള്ള ഒരു കെട്ടിടത്തിന്റെ 10ാമത്തെ നില ആദ്യം നിർമ്മിക്കുകയും അതിനുശേഷം തൊട്ട് താഴത്തെ നിലകൾ നിർമ്മിച്ച് ഏറ്റവും അവസാനം മാത്രം അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു നിർമ്മാണ രീതി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അപ്പോൾ എത്രത്തോളം കൃത്യതയുള്ള പ്ലാനിങ്ങും ഗണിതശാസ്ത്രപരമായ അറിവും വേണം ഇങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ. മാത്രമല്ല, ക്ഷേത്രത്തിലെ വായുവിന്റെ ഒഴുക്ക്, പ്രകാശത്തിന്റെ പ്രവാഹം എന്നിവ ശില്പശാസ്ത്രപരമായി ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. കൈലാസനാഥ ടെമ്പിളിന്റെ നിർമ്മാണത്തിനായി ഏകദേശം 2 ലക്ഷം ടൺ പാറകൾ തുരന്നെടുത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ തുരന്നെടുത്ത പാറകൾ എവിടെ നിക്ഷേപിച്ചെന്നോ എന്ത് ചെയ്തുവെന്നോ ഇന്നും വ്യക്തമല്ല. എല്ലോറയുടെ കിലോമീറ്ററുകൾ ചുറ്റളവിലും ഇതിന്റെ അവശേഷിപ്പുകൾ ഒന്നും തന്നെ കാണുവാനില്ല. ലോകത്തിൽ തന്നെ ഇതിനോട് സാമ്യമുള്ള മറ്റൊരു നിർമ്മിതിയുള്ളത് എത്യോപ്യയിലെ ബെറ്റാഗിഗോറിസ് എന്ന ക്രിസ്ത്യൻ ദേവാലയമാണ്. കൈലാസനാഥ ടെമ്പിൾ നിർമ്മിച്ച് 400 വർഷങ്ങൾക്ക് ശേഷം AD 12ാം നൂറ്റാണ്ടിലാണ് ഈ ക്രിസ്ത്യൻ ദേവാലയം നിർമ്മിച്ചത്. കൈലാസനാഥ ടെമ്പിളിന് സമാനമായി ഒരു വലിയൊരു പാറയെ മുകളിൽ നിന്ന് തുറന്ന് താഴോട്ട് നിർമ്മിച്ചതാണെങ്കിലും എല്ലോറയിലെ പോലെ അത്ര സങ്കീർണമായ ഒന്നല്ല ഇത്. കൈലാസനാഥ ടെമ്പിളിനെ പറ്റി പല കോൺസ്പിറസി തിയറികളും നിലനിൽക്കുന്നു. അതിൽ ചിലതൊക്കെ നോക്കാം. എവിടെയും പറഞ്ഞു കേൾക്കുന്ന പോലെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമാണ് അതിൽ പ്രധാനം. കൈലാസനാഥ ടെമ്പിൾ പോലെ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ അസാമാന്യമായ കൃത്യതയും പ്ലാനിങ്ങും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലവും ആവശ്യമാണ്. ലോകത്ത് മുൻപ് എവിടെയും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്ത നിർമ്മാണ ശൈലിയുടെ ഏറ്റവും സങ്കീർണമായ പതിപ്പാണ് കൈലാസനാഥ ടെമ്പിളിലേത്. ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഒന്ന് നിർമ്മിച്ചെടുക്കുവാൻ സാധിച്ചെന്നാണ് ഇവരുടെ വാദം. പ്രാചീന ലോകത്ത് പിരമിഡുകൾ, സ്റ്റോൺ ഹെഞ്ച് തുടങ്ങിയ അത്ഭുതങ്ങളെപ്പോലെ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രവും അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടെ നിർമ്മിച്ചെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മറ്റൊരു വാദം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. പുരാതന ഭാരതത്തിൽ ചില വിസ്മയകരമായ സാങ്കേതിക വിദ്യകൾ ഉള്ളതായി ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. സോണിക് എനർജി അഥവാ ശബ്ദോർജം ഉപയോഗിച്ച് ഭൗതിക വസ്തുക്കളിൽ മാറ്റം വരുത്താം എന്ന് ഇവർ വാദിക്കുന്നു. ഉദാഹരണത്തിന് മന്ത്രച്ചൊല്ലുകൾ കൊണ്ടും ശബ്ദതാളുകൾ കൊണ്ടും കല്ലുകൾ നീക്കം ചെയ്യുന്നതായും വസ്തുക്കൾ ചലിപ്പിക്കുന്നതായും തുടങ്ങിയ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് പറയുന്നു. മറ്റൊന്ന് മെൻ്റൽ പവറാണ്. ഡീപ് മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് വസ്തുക്കളിൽ നേരിട്ട് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പ്രകൃതി ശക്തികളായ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ ഉപയോഗിച്ച് ജലം, തീ, കാറ്റ് മുതലായ ഘടകങ്ങളെ നിയന്ത്രിച്ച് നിർമ്മാണ പ്രവൃത്തികളിൽ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് മറ്റൊരു വാദം. കൈലാസനാഥ ടെമ്പിളിലെത്തുന്ന ഏതൊരാൾക്കും ഇന്നത്തെ ലോകത്തിന് വിശ്വസിക്കാവുന്നതിലപ്പുറം എന്തോ ഒന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. 1200-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്
നമുക്ക് ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്നുള്ളതിനപ്പുറം കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നെന്ന് തോന്നിപ്പോകും. കൈലാസനാഥ ടെമ്പിളിൻ്റെ നിർമ്മാണത്തെയും അവിടെ നിലനിൽക്കുന്ന നിഗൂഢതകളെയും പറ്റി നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള കണ്ടന്റുകൾ ലഭിക്കുവാനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.